ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. കേരളത്തിന് ഡൊമസ്റ്റിക് ട്രോഫി ആയിട്ടുള്ള വിജയ ഹസാരയിൽ തോൽവി തുടക്കമാണ്. 405 എന്നുള്ള വലിയ ടോട്ടൽ ചേസ് ചെയ്യാൻ പോയി കേരളം 45.5 ഓവറിൽ ഓൾ ഔട്ട് ആകുകയായിരുന്നു. 341 റൺസിനാണ് ഓൾ ഔട്ട് ആയത്. മികച്ചൊരു ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊരുതി. പക്ഷേ ഇത്രയും സ്കോർ ചേസ് ചെയ്യുമ്പോൾ ചെറിയ പിഴവ് പോലും വലിയ തിരിച്ചടിയും അങ്ങനെയാണ് കേരളത്തിൻ്റെ സഡൻ വിക്കറ്റ് ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബറോഡയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ബറോഡ 4 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇത്രയും വലിയൊരു സ്കോർ ബിൽഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അവിടെ റത്വയുടെയും പാർത്ത് കോഹ്ലിയുടെയും കിഡിലൻ ഇന്നിങ്സുകൾ 87 ബോളിൽ 72 റൺസുമായിട്ട് പാർത്ത് കോഹ്ലി, അതോടൊപ്പം തന്നെ റത്വ 99 ബോളിൽ നിന്ന് 136 വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 137 ഇൻ ഓടി. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് കൃണാൽ പാണ്ഡ്യ, അദ്ദേഹം ക്യാപ്റ്റൻ. ബ്രില്യൻറ്റ് ഇന്നിങ്സ് ആണ് കൃണാൽ പാണ്ഡ്യ കളിച്ചത്. 54 ബോളിൽ നിന്നും 80 റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 148.15. ഒരു T20 കളിക്കുന്ന രീതിയിലായിരുന്നു കൃണാൽ പാണ്ഡ്യ ബാറ്റ് ചെയ്തത്. പിന്നെ സൊലാങ്കി 25 ബോളിൽ 46, ആൻഡ് ദെൻ പനിയ 15 ബോളിൽ 37. മികച്ചൊരു ഫിനിഷിങ്ങും അവർക്ക് സാധിച്ചു. അങ്ങനെയാണ് അത്രയും വലിയൊരു ബിഗ് സ്കോറിലേക്ക് പോയത്. നമ്മുടെ ബോളേഴ്സിൻ്റെ എക്കോണമി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതിൻ ആപ്പിൾ ടോം 10.25 എക്കോണമിയിൽ കയറിപ്പോയി. 8 ഓവറിൽ 82 റൺസാണ് വഴങ്ങിയത്. പിന്നെ കുഴപ്പമില്ലാത്തൊരു എക്കോണമിയിൽ ബോൾ ചെയ്ത് ഷറഫുദ്ദീൻ എന്നമാണ്. 8 ഓവറിൽ 51 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. ബാക്കി എല്ലാവരുടെയും എക്കോണമി കണക്കാണ്. വൈശാഖ് ചന്ദ്രന് 74 റൺസ് വിട്ടുകൊടുത്തു. പിന്നെ നമ്മുടെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് രോഹനസ് കുന്നുമേലും ഇമ്രാനും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ബാറ്റിംഗ് ആയിരുന്നു. 50 ബോളിൽ നിന്ന് 65 റണ്ണുമായിട്ടാണ് രോഹനസ് കുന്നുമേലിൻ്റെ വിക്കറ്റ് വീഴുന്നത്. ദെൻ ഇമ്രാൻ 52 ബോളിൽ നിന്ന് 51 റൺസുമായിട്ട് വിക്കറ്റുമായിട്ട് പോകുന്നു. പിന്നീട് നമ്മുടെ എടുത്തു പറയേണ്ടത് അസറുദ്ദീൻ്റെ ഒരു കിട്ടിലൻ ഇന്നിങ്സ് ഇവിടെ പറയുന്നു. 58 ബോളിൽ 104 റൺസ് വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 179.31. കിട്ടിലൻ ബാറ്റിംഗ് ആയിരുന്നു. പുള്ളിയുടെ മാത്രം പിടിച്ചുനിൽപ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി ഒരു ബിഗ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആർക്കും സാധിച്ചില്ല. സച്ചിൻ ബേബിയുടെ ഒരു അഭാവം മിഡിലിൽ കാണാനുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ജു സാംസണും കൂടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലൈനപ്പായി കേരളം മാറിയേനെ. എന്തായാലും അങ്ങനെ ഒരു പ്ലെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരും കളിക്കണം. ഇതൊരു വലിയ അവസരമായി കണക്കാക്കി എടുത്ത് ബാക്കിയുള്ള മത്സരങ്ങളിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യാൻ കരുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടൊരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ബറോഡ 1ാം സ്ഥാനത്താണ്. കേരളത്തിന് ഇനി ടൈറ്റ് മാച്ച് വരാൻ പോകുന്ന മധ്യപ്രദേശ് ഉണ്ട്, ഡൽഹി ഉണ്ട്, ബംഗാളുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ലെറ്റ്സ് സീ, എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തി. ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.